നമുക്ക് ആരെ സ്റ്റോറി വേണമെങ്കിലും ഒരു ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് നേരത്തെ സുഹൈൽ സ്റ്റോറി ഇട്ടുമ്പോൾ എന്തെങ്കിലും എൻ്റെ പ്രശ്നം എന്നെ ഓനെ ആഡ് ചെയ്യാൻ മറന്നില്ലേ. അപ്പോൾ ആഡ് ചെയ്യാൻ വന്ന സാഹചര്യത്തിൽ ഇത് കുറേ ആൾക്കാർക്ക് അറിയും, കുറേ ആൾക്കാർക്ക് അറിയില്ല. ആഡ് ചെയ്യാൻ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്, നമുക്ക് ആരെ സ്റ്റോറി വേണമെങ്കിലും ഒരു ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും സ്റ്റോറി. ഒരു പുതിയൊരു ഫീച്ചറാണ് ഇത്. ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു സ്റ്റോറി എടുത്ത് നമുക്കത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ഫസ്റ്റ് കാണിക്കുന്നത് ആഡ് ടു സ്റ്റോറിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ നമ്മൾ ആഡ് ചെയ്താൽ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീൽസ് ഒക്കെ സ്റ്റോറി ഇടുന്ന പോലെ നമുക്ക് സ്റ്റോറി ഇടാൻ പറ്റും. ഓക്കെ. അപ്പൊ ഒരു സംശയം, നമുക്ക് ഈ ഒരു ഓപ്ഷന് നമ്മൾ തന്നെ ഓഫ് ആക്കി വെക്കാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അതായത് വേറെ ആൾക്കാർ നമ്മളെ മിസ്യൂസ് ചെയ്യും. അതായത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ നമ്മളെ സ്റ്റോറി ആഡ് ചെയ്യും. അപ്പോൾ നമ്മളെ പ്രൊഫൈലിൽ വന്നിട്ട് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ടാഗ് ആൻഡ് മെൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് ഈ ലാസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ.